നമസ്കാരം. ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്തുണച്ച് രാഹുൽ ഈശ്വർ. കുഞ്ഞു വേണമെന്ന് പറഞ്ഞാലോ ബ്രേക്കപ്പായി ബന്ധം തകർന്നുവെന്ന് പറഞ്ഞാലും പരാതി നൽകാനുള്ള വകുപ്പ് നമ്മുടെ നിയമത്തിലില്ലെന്നാണ് രാഹുൽ ഈശ്വറിന്റെ വിശദീകരണം. ചാനൽ ചർച്ചയിലാണ് രാഹുൽ ഈശ്വറിന്റെ പ്രസ്താവന. പീഡനത്തിനിരയായെന്ന് ആ പെൺകുട്ടിക്ക് പോലും അഭിപ്രായം കാണില്ല. അത് പരസ്പരമുള്ള ഫിസിക്കൽ മെൻ്റൽ റിലേഷനാണ്. രണ്ടുപേരും ചേർന്ന് കുഞ്ഞിനെ പ്ലാൻ ചെയ്യുന്ന റിലേഷനാണത്. അപ്പോൾ എങ്ങനെയാണ് അത് പീഡനമാകുന്നത്? അവർ കുട്ടിയെ പ്ലാൻ ചെയ്തത് ഒരുമിച്ചല്ലേ? അതിനുശേഷം അവർ ബ്രേക്കപ്പായി. അപ്പോഴാണ് കുട്ടി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അവരുടെ സംസാരത്തിൽ നിന്ന് ഒരു വരി എടുത്ത് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. ആക്റ്റീവ് റിലേഷൻ്റെ തെളിവാണ് പുറത്തു വന്നത്. അബോർഷൻ നമ്മുടെ നാട്ടിൽ നിയമവിധേയമാണ്. എത്രയോ പെൺകുട്ടികൾ അങ്ങനെ പരസ്പര സമ്മതത്തോടെ അബോർട്ട് ചെയ്യുന്നു. അതുപോലെയാവാം ഇതും സംഭവിച്ചത്. ആ പെൺകുട്ടി രാഹുലിൻ്റെ മാനസികാവസ്ഥ കൂടി നോക്കണമെന്നും രാഹുൽ പറഞ്ഞു. സത്യം വലിയൊരു ശക്തിയാണ്. ആ സത്യം രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കുമെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ബലാത്സംഗം ഉൾപ്പെടെയുള്ള കേസുകൾ കോടതിയിൽ നിലനിൽക്കില്ല. കേസിൽ പറയാൻ കഴിയുന്നത് ഭീഷണി എന്ന വാക്കാണ്. എന്നാൽ പ്രഥമ ദൃഷ്ട്യാ പോലും കോടതി അത് ഭീഷണിയായി എടുക്കില്ല. ആ പെൺകുട്ടി വൈകാരികമായി നിങ്ങൾ എന്നെ കൊല്ലുവാണോ എന്ന് ചോദിക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കൊല്ലുമെന്ന് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. മറിച്ച് നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ എന്ന് ചോദിച്ച ശേഷം നിന്നെ അങ്ങനെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര ദിവസം വേണമെന്ന് തിരിച്ചു ചോദിക്കുകയായിരുന്നു. രാഹുലിന് പെൺകുട്ടിയുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചു. അതിനുശേഷം ബന്ധ തകർച്ചയുണ്ടായി. ആ പെൺകുട്ടി ഓൾറെഡി വിവാഹിതയായിരുന്നു. ഇത്രയും സങ്കീർണമായ കാര്യങ്ങൾ മാധ്യമ കോടതികളും ജഡ്ജിമാരും കേൾക്കില്ല. പക്ഷേ 2-3 ദിവസത്തിനകം ഇത് കോടതിയിലെത്തുമെന്നും അന്ന് കോടതി പറഞ്ഞത് എന്താണെന്ന് മാധ്യമങ്ങളോട് ജനങ്ങൾ ചോദിക്കുമെന്നും അദ്ദേഹം പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ധർമ്മവും നീതിയും നിയമവും സത്യവും നോക്കണം. മാധ്യമങ്ങളുടെ പുരോഗമനപരമായ കയ്യടിക്ക് വേണ്ടി കോൺഗ്രസ് പ്രസ്ഥാനം നിന്നു കൊടുക്കരുത്. സുധാകരൻ ശക്തമായ നിലപാടെടുക്കണം. എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ കേസിനെക്കുറിച്ചും രാഹുൽ പരാമർശിച്ചു. അനുകൂലമായി കോടതി വിധി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചത് ഇത് നിങ്ങൾ സിനിമാ കഥ വന്ന് പറയുകയാണോ എന്നാണ്. എൽദോസിനെതിരെ പരാതി നൽകിയ പെൺകുട്ടിക്ക് 49 ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു. കോടതി പ്രോസിക്യൂഷനോടും പെൺകുട്ടിയോടും നിങ്ങൾ സിനിമാ കഥ പറയുകയാണെന്ന് പറഞ്ഞു. എൽദോസിനെ അനാവശ്യമായി കുറ്റം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ന്യായമായ കാര്യങ്ങളും കോടതി പറഞ്ഞ കാര്യങ്ങളും പറയാൻ കോൺഗ്രസുകാർ തയ്യാറാകണം. മാധ്യമങ്ങൾ വിരുദ്ധരായി ചിത്രീകരിക്കുമെന്ന ഭയം കാരണം മിണ്ടാതിരിക്കരുത്. ആ പെൺകുട്ടി കല്യാണം കഴിച്ചതാണെന്ന് താൻ പറഞ്ഞതിനെതിരെ ചില മാധ്യമങ്ങൾ സ്ത്രീവിരുദ്ധമാണെന്ന് വാർത്ത നൽകുന്നുണ്ട്. 2024 ഓഗസ്റ്റിന് അവർ മറ്റൊരാളെ വിവാഹം കഴിച്ചതാണെന്ന വസ്തുത പറഞ്ഞാൽ പോലും സ്ത്രീ വിരുദ്ധമാണെന്ന് പറയുന്ന തീവ്ര ഫെമിനിസ്റ്റിലേക്ക് പോകരുത്. ആണിന് നിലനിൽക്കാൻ ഒരു സ്പേസ് എങ്കിലും കൊടുക്കണം. കോടതികൾ രാഹുൽ മാങ്കൂട്ടത്തിന് നീതി നൽകുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ രാഹുലിനെതിരെ പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി എന്നീ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസ് പിന്നീട് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി. തിരുവനന്തപുരം റൂറൽ SPക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. കേസിൽ പരാതിക്കാരിയായ അതിജീവിതയുടെ മൊഴി ഇന്നലെ രാത്രി രേഖപ്പെടുത്തിയിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് നീക്കം. ഇന്നലെ വൈകിട്ടോടെയാണ് അതിജീവിത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പരാതികളും തെളിവുകളും കൈമാറിയത്. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന അഭിപ്രായവും നേതാക്കൾക്കിടയിലുണ്ട്. ഇത് സംബന്ധിച്ച് പരസ്യ പ്രതികരണം നടത്തി വിവാദം ഉണ്ടാക്കരുതെന്നാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. വലിയമല പോലീസാണ് കേസെടുത്തിരിക്കുന്നത്.